Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് വിവോന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആയ Vivo X70 ലെ ഒരു സ്മാർട്ട് ഫോണാണ്. Vivo X70 Pro ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തവണ Vivo രണ്ട് ഫോണാണ് X70 സീരീസിൽ ഇറക്കിയത്, X70 Proയും X70 Pro Plusഉം. Pro Plusന്റെ വില എന്ന് പറഞ്ഞാൽ 79,990 രൂപയാണ്, അതായത് 80,000 റുപ്പീസാണ്. ഇത് ഓൾമോസ്റ്റ് ലൈക്ക് 47,000 ആണ് ബേസ് വേരിയൻറ്റ് Vivo X70 Pro. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വിവോൻ്റെ എക്സ് സീരീസ് എപ്പോഴും ക്യാമറ സെൻട്രിക് ആണ്. അപ്പോൾ ഈ ഡിവൈസും വളരെ മികച്ച ക്യാമറാസാണ് ഓഫർ ചെയ്യുന്നത്. ഇൻഫാക്ട് X70 Pro Plus, അതായത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ ക്യാമറാസ് ഇൻ്റർനാഷണൽ റിവ്യൂസൊക്കെ റിവ്യൂ ചെയ്തിട്ട് ഈവൻ iPhone 13 Pro Maxനേക്കാളും മികച്ച ഔട്ട്പുട്ടാണ് നൽകണമെന്നൊക്കെ പലരും പറയുണ്ടായി. അപ്പോൾ നമുക്ക് അതല്ല കിട്ടിയിരിക്കുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്ന X70 Pro ആണ്. ഇതിൽ ക്യാമറയും കിടിലാണ്, കാരണം ഇതിനകത്ത് 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയും പിന്നെ ഒരു 8 മെഗാപിക്സൽ പെരിസ്കോപ്പ് ലെൻസും പിന്നെ ഒരു 12 മെഗാപിക്സൽ ടെലിഫോട്ടോയും ഒരു 12 മെഗാപിക്സൽ അൾട്രാ വൈഡും ഉണ്ട്. അങ്ങനെ ഒരു ക്വാഡ് ക്യാമറ സിസ്റ്റമാണ്. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന മാതിരത്തെ ഒരു ക്വാഡ് ക്യാമറ സിസ്റ്റം അല്ല, വളരെ മികച്ചൊരു ക്വാഡ് ക്യാമറ സിസ്റ്റമാണ്. എന്തുകൊണ്ടാണ് വെച്ചാൽ ഇതിൻ്റെ ഒപ്റ്റിമൈസേഷൻ ചെയ്തിരിക്കുന്നത് Zeiss ആണ്. നമുക്കറിയാം Zeiss എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണലി റിനോൺഡ് ഒരു ഇമേജിങ് അല്ലെങ്കിൽ ക്യാമറ ലെൻസസ് ഒക്കെ ഉണ്ടാക്കണവരുടെ ഒരു ഇതാണ്. അപ്പോൾ സോണിയും Zeiss ഒക്കെ പല Zeiss ഒപ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ പല സെൻസേഴ്സും അതേപോലെ തന്നെ ലെൻസസും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഈവൻ പണ്ട് നോക്കിയും പോലും Zeiss ഒപ്റ്റിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിവോയും Zeissഉം ആണ് പാർട്ട്ണർഷിപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ക്യാമറ അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് E5 AMOLED ഡിസ്പ്ലേന് 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്, 4450 mAh കപ്പാസിറ്റി ബാറ്ററി, 44 വാട്ട് ചാർജിങ്ങും പിന്നെ ഒരു ഗ്ലാസ് ഫിനിഷാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ MediaTekൻ്റെ Dimensity 1200 ചിപ്പാണ്. പ്രോബ്ലി ചിപ്പ് സെറ്റ് കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, കാരണം 46,000 അല്ലെങ്കിൽ 47,000 കുറച്ചും കൂടെ ബെറ്റർ, അതായത് Qualcomm 870 മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഇത്തവണ കുറേയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നേരെ Vivo X70 Proൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. കോ എഞ്ചിനീയർഡ് വിത്ത് Zeiss എഴുതിയത് കാണാം. Zeiss ഒപ്റ്റിക്സ് ആയിട്ട് ക്യാമറയിൽ പാർട്ട്ണർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബാക്കിൽ നമുക്ക് സാർ വാല്യൂ കാണാം, 1.21 ഹെഡ് സാറും ബോഡി സാറും 1.09 ആണ് വരുന്നത്. ഒറോറ ഡോൺ എന്നാണ് ഇതിൻ്റെ കളറിൻ്റെ പേര്. 12GB 256GB സ്റ്റോറേജ് ആണ് വരുന്നത്. 3 വേരിയൻ്റ് ഉള്ളത്. 8+128 ആണ് അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 46,990. രണ്ടാമത്തെ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8+256 ആണ് വരുന്നത്. അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 49,990 ആണ്. പിന്നെ 12+256, അതായത് ഈ വേരിയൻറ്റ്, ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 52,990 ആണ്. ഈ 3 വേരിയൻ്റാണ് Vivo X70 Proയിൽ വരുന്നത്. Pro Plusന് ഒരേ ഒരു വേരിയൻ്റേ ഉള്ളൂ, അത് 79,990 ആണ് വരുന്നത്. 12+256 ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് തുടങ്ങാം. ഇപ്പോൾ ബോക്സ് നമുക്ക് ആദ്യം തന്നെ തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് Vivo X70 Pro ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഫോണിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ ബാക്കി എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ ഫോട്ടോഗ്രാഫി റീഡിഫൈൻഡ്, അത് ശരിയാണ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ മുൻതൂക്കം കൊടുത്ത ഒരു ഡിവൈസാണ്. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് ഒരു വിവോൻ്റെ ഒരു പ്രീമിയം ഹെഡ്സെറ്റാണ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി ഹെഡ്സെറ്റ്, കണ്ടില്ലേ, നല്ലൊരു ഇയർ ടിപ്സൊക്കെ ഉള്ള ഒരു ക്വാളിറ്റി ഹെഡ്സെറ്റാണ് വരുന്നത്. ഈ ഹെഡ്സെറ്റിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ നോക്കാം. ഇത് USB Type-C പോർട്ടുള്ള ഹെഡ്സെറ്റാണ്, കണ്ടില്ലേ, Type-C പോർട്ടാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് അഡീഷണൽ ഇയർ ടിപ്സാണ്. പിന്നെ ഒരു USB എന്താ പറയുക Type-C to 3.5mm അഡാപ്റ്ററും ഇൻക്ലൂഡഡാണ്. ഇൻ കേസ് നിങ്ങൾക്ക് 3.5mm ഓഡിയോ ജാക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ വിവോ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു അഡാപ്റ്ററാണ്. ഇത് 44 വാട്ട് അഡാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ വിവോൻ്റെ 44 വാട്ട് ഫ്ലാഷ് ചാർജറാണ് വരുന്നത്. മാക്സിമം 11 വോൾട്ട് 4 ആംപിയർ, അതായത് 44 വാട്ട് അഡാപ്റ്ററാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ്, നമ്മൾ സ്റ്റാൻഡേർഡായി കാണുന്ന ഒരു TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു പ്രൊഡക്റ്റ് ഗൈഡാണ്. ഇതിനകത്ത് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. സിം ഇജക്റ്റ് പിന്നെ കാണാം. പിന്നെ ബാക്കിയുള്ള മാനുവൽ ആൻഡ് വാറൻറ്റി പോലത്തെ ഇൻഫർമേഷനാണ് വരുന്നത്. പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിളാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക്
ഫോണിലേക്ക് വരാം. ഫോണിലേക്ക് വന്നിട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ Vivo X70 Pro എന്ന് പറഞ്ഞത്. അപ്പോൾ വളരെ ഒരു നല്ല ഫീലാണ് കേട്ടോ. നമുക്ക് ഫോൺ എടുക്കുമ്പോൾ തന്നെ അത്ര ലൈറ്റ് വെയിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. വെറും 186 ഗ്രാംസേ ഉള്ളൂ എങ്കിലും വളരെ ലൈറ്റ് വെയിറ്റ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഹെവി ഡിവൈസിൻ്റെ ഫീല് പോലും ഇല്ല, അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തിക്നെസ്സിൻ്റെ കാര്യത്തിലും അറൗണ്ട് 8 mm ആണ്. വളരെയധികം സ്ലിം ഒന്നുമല്ല എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു തിക്നെസ്സാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ്, ഒരു ട്രിപ്പിൾ ഫ്ലാഷുമാണ് വരുന്നത്. വിവോൻ്റെ ബ്രാൻഡിങ് കാണാം. ഒരു മൾട്ടി കളർ അതുണ്ടല്ലേ, ഒരു സൈഡിൽ നിന്ന് ഗ്രീനിഷ് കളർ, ഒരു സൈഡിൽ നിന്ന് ബ്ലൂയിഷ് കളർ, ഇപ്പോൾ ഒരു അറോറ കളർ എന്ന് അറിയാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം റോക്ക് കീസാണ് വരുന്നത്. പവർ ബട്ടണും വോളിയം കീസുമാണ് വരുന്നത്. പിന്നെ സൈഡിൽ നമുക്ക് ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. താഴത്ത് ഒരു സിം ട്രേ ആണ് വരുന്നത്. പിന്നെ ഒരു USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. മുകൾ ഭാഗത്ത് പിന്നെ വേറെ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. പിന്നെ ബാക്കിൽ നമുക്ക് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഈ ക്യാമറ സെറ്റപ്പിൻ്റെക്ക് ഞാൻ വിശദമായി വരാം, ലെൻസസ് ഒക്കെ ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഡിസ്പ്ലേ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ആണ്, E5 AMOLED ഡിസ്പ്ലേ ആണ്. അത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ ആസ്പെക്റ്റ്. വളരെ നല്ലൊരു ഡിസൈൻ ആണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കാരണം നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ഡിസൈനുമാണ്. നമുക്ക് ഒട്ടും തന്നെ വെയിറ്റ് തോന്നുന്നില്ല. ഈവൻ 186 ഗ്രാംസ് ആണെങ്കിൽ പോലും ഒട്ടും തന്നെ വെയിറ്റ് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഹാൻഡ് ഫീലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. നല്ല ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ഇത് കമ്പനി അവകാശപ്പെടുന്ന E5 AMOLED, അതായത് ഏറ്റവും ക്വാളിറ്റി കൂടിയ AMOLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മികച്ച പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ ഇതിനകത്ത് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഫൺ ടച്ച് OS ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഫൺ ടച്ച് OS ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എബൌട്ട് ഫോണിലേക്ക് പോകാൻ, കണ്ടില്ലേ, ഫൺ ടച്ച് OS 12 ആണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ്. ഇവിടെയും നമുക്ക് എക്സ്പാൻഡബിൾ റാം ഉണ്ട്. 12+4 GB റാം ഉണ്ട്. അഡീഷണലി 3 GHz ഡൈമെൻസിറ്റി 1200 ചിപ്പാണ് വരുന്നത്. ഫൺ ടച്ച് OS 12 ആണ് ഗ്ലോബൽ വേർഷൻ വരുന്നത്. അപ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടില്ലേ, ഫൺ ടച്ച് OS നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഡൈനാമിക് എഫക്ട്സ്, ആംബിയൻ ലൈറ്റിങ്, അതേപോലെ ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നീഷൻ്റെ ആനിമേഷൻ ചേഞ്ച് ചെയ്യുക, ചാർജിങ് ആനിമേഷൻ ചേഞ്ച് ചെയ്യുക, അതേപോലെ തീം സപ്പോർട്ട് ഉണ്ട്. പിന്നെ അഡീഷണൽ ഓപ്ഷൻസും ഒരുപാട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഗെയിം ടർബോ മോഡ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി റിവ്യൂ ചെയ്യുമ്പോൾ പറയാം. എങ്കിലും നല്ല ഒരു UI ആണ് എനിക്ക് തോന്നുന്നു. പിന്നെ ബ്ലോട്ട്വെയർസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ബ്ലോട്ട്വെയർസ് ഇൻക്ലൂഡ് ആണ്. ഫോർ എക്സാമ്പിൾ ബൈജൂസ് ആപ്പ് ഉണ്ട്. അതേപോലെ 1-2 അധികം അഡീഷണൽ ആപ്പ് ഉണ്ടല്ലോ. ജോഷ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, ലിങ്ക്ഡിൻ, അതേപോലെ കുറച്ച് ഷെയർ ചാറ്റ്, അങ്ങനെ കുറച്ച് ആപ്സ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് ആപ്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്, എങ്കിലും കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ പ്രോബ്ലി അത് ഒഴിവാക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും കുഴപ്പമില്ല, അത് വലിയൊരു പ്രോബ്ലമാറ്റിക് അല്ല. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് ആ ഡിസ്പ്ലേൻ്റെ ഞാൻ പറഞ്ഞില്ല, ഡിസ്പ്ലേ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ഡിസ്പ്ലേൻ്റെ പെർഫോമൻസ് കൂടെ ഞാൻ കാണിച്ചു തരാം. അതേപോലെ നമുക്ക് സ്ക്രീൻ കളർ അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ്, പ്രൊഫഷണൽ, ബ്രൈറ്റ് കളേഴ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണം കളർ ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ റിഫ്രഷ് റേറ്റിൻ്റെ കാര്യം അതുണ്ടല്ലേ, 120 Hz റിഫ്രഷ് റേറ്റിൻ്റെ സ്മാർട്ട് സ്വിച്ച് ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ പക്ഷേ 120 Hz ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കേർവ്ഡ് ഡിസ്പ്ലേ ആണ്, കണ്ടില്ലേ, കേർവ്ഡ് ഡിസ്പ്ലേ. OnePlusലെ ഡിവൈസിലെ പോലെ തന്നെ ഇവിടെ സൈഡ് കേർവ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ചിലർക്ക് അത് ഇഷ്ടമല്ല, ചിലർക്ക് ഇത് ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് ആക്ച്വലി ഇവിടെ നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേ പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഷോർട്ട് സെൻസേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ പ്രൊട്ടക്ഷനും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് വരാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച ആസ്പെക്ട് എന്ന് പറയാവുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ 50 MP ക്യാമറയാണ്. ഇത് ഒരു കസ്റ്റം സെൻസറാണ്. കസ്റ്റം സെൻസർ എന്ന് പറഞ്ഞാൽ വിവോന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സെൻസറാണ്. സോണി IMX766V എന്നാണ് ഈ സെൻസറിൻ്റെ ഡീറ്റെയിൽസ്. 50 MP ആണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു 12 MP ഒരു ടെലിഫോട്ടോ ലെൻസാണ് വരുന്നത്. അത് IMX663 ആണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു 8 MP പെരിസ്കോപ്പ് ലെൻസാണ്. അപ് ടു 60x സൂം ചെയ്യാവുന്ന ഒരു പെരിസ്കോപ്പ് ലെൻസാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു 12 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പോൾ ഇങ്ങനെ 4 സെൻസറും 4 ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതാണ് ആ സ്ക്വയറിൽ നിൽക്കുന്നതാണ് പെരിസ്കോപ്പ് ക്യാമറ എന്ന് പറയുന്നത്. 8 MP പെരിസ്കോപ്പ് ക്യാമറ. പിന്നെ നമുക്കൊരു
ട്രിപ്പിൾ LED ഫ്ലാഷും വരുന്നുണ്ട്. Zeiss ആണ് ഇതിൽ പാർട്ട്ണർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് പാനലിലാണെങ്കിൽ നമുക്കൊരു 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ UI ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആക്ച്വലി നമുക്ക് കണ്ടില്ലേ 2x സൂം, 5x സൂം, പിന്നെ നമുക്കിവിടെ പോയിട്ട് അപ് ടു 60x വരെ സൂം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി ക്യാമറ പറയുമ്പോൾ നമുക്ക് പറയാമെന്നല്ലാണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ഗിംബൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഇൻക്ലൂഡറാണ്. അപ്പോൾ അങ്ങനത്തെ അടിപൊളി ഫീച്ചേഴ്സ് അടക്കുന്ന ഒരു ക്യാമറയെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് റെസൊല്യൂഷൻ എടുത്താൽ 4K സപ്പോർട്ടഡ് ആണ്, 4K 60 FPS സപ്പോർട്ടഡ് ആണ്, 24 FPS സപ്പോർട്ടഡ് ആണ്. പിന്നെ ഗിംബൽ സ്റ്റെബിലൈസേഷൻ്റെ അൾട്രാ സ്റ്റേബിൾ മോഡാണ്, സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ, അൾട്രാ സ്റ്റേബിൾ മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡറാണ്. അപ്പോൾ വീഡിയോ റെക്കോർഡിങ്ങും പോർട്രേറ്റ് മോഡാണെങ്കിൽ എല്ലാത്തിനും തന്നെ നമുക്ക് ഒരു എന്താ പറയുക ഒരു മികച്ച എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് നല്ലോണം ഈ ക്യാമറ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഇംപ്രസ്ഡ് ആയിട്ട് തോന്നി. കാരണം ക്യാമറേൻ്റെ ക്വാളിറ്റി അത്രത്തോളം മികച്ചതായിട്ടാണ് വിവോ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു 50,000 താഴെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും പ്രോബബ്ലി ഏറ്റവും മികച്ച ക്യാമറ എന്ന് എനിക്ക് ജസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പറയാം. കാരണം അത്രയും മികച്ച ക്വാളിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് Vivo X70 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ കുറച്ചധികം ക്യാമറ സാമ്പിൾസ് ഞാൻ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ അത്രയ്ക്ക് മികച്ച ക്യാമറ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതിൽ വേറൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ Zeissൻ്റെ പോർട്രേറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പോർട്രേറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിനകത്ത് കണ്ടില്ലേ Zeissൻ്റെ ബയോട്ടാർ എന്ന് പറഞ്ഞ ഒരു പോർട്രേറ്റ് ഉണ്ട്. അതൊരു Zeissൻ്റെ 4 പോർട്രേറ്റ് ഓപ്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്. വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് പോർട്രേറ്റ്സിൽ നൽകുക എന്നാണ് പറയുന്നത്. നമ്മളത് ആക്ച്വലി ഫുള്ളി ടെസ്റ്റ് ചെയ്തിട്ടില്ല. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായി പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 4450 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 44 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് 44 വാട്ട് ചാർജിങ് അറൗണ്ട് 1 hour എടുക്കും ഫുൾ ചാർജ് ചെയ്യാൻ. അത്രയ്ക്കൊരു ഫാസ്റ്റ് അല്ല, OnePlusൻ്റെ ഒക്കെ അത്രയും ഫാസ്റ്റ് അല്ല, എങ്കിലും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ്. കമ്പനി അവകാശപ്പെടുന്നത് 30 minutesൽ 60% ചാർജ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ക്ലെയിം പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ഫാസ്റ്റ് അല്ലെങ്കിലും 44 വാട്ട് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു വിവോൻ്റെ X70 Proൻ്റെ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻസും ക്യാമറ ഡീറ്റെയിൽസുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഓവറോൾ ഒരു മികച്ച ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി വിട്ടുപോയി, പ്രോസസ്സിങ് എബിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞില്ല. കാരണം Dimensity 1200 ചിപ്പാണ്. നമ്മൾ ഒരുപാട് ഫോൺസിൽ കണ്ട Dimensity 1200 ചിപ്പാണ്. അപ്പോൾ ചിപ്പിൻ്റെ കാര്യത്തിൽ എനിക്കൊന്ന് പ്രോസസ്സർ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം 1200 Dimensity ഒരു 48 രൂപയ്ക്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ അപ്പോൾ ഇതിൽ പ്രോസസ്സർ അല്ല ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ക്യാമറയാണ്. അപ്പോൾ ഏറ്റവും മികച്ച ക്യാമറ ആണ് നിങ്ങളുടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 50,000 താഴെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കിട്ടാവുന്ന ഏറ്റവും മികച്ച ക്യാമറ സിസ്റ്റം തന്നെയാണ് വിവോയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 50,000 രൂപയ്ക്ക് താഴെ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ഇതിലും ബെറ്ററായ ഒരു ക്യാമറ സിസ്റ്റം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കാരണം നമ്മൾ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ തന്നെ എനിക്ക് തോന്നി വളരെ മികച്ചതാണ്. എസ്പെഷ്യലി ലോ ലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് കിട്ടുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. പിന്നെ ഫേസ് അൺലോക്കിന് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു വിവോ X70 Proൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. കുറച്ചൊരു ലെങ്തി വീഡിയോ ആയി, കാരണം ഇത് അത്രയും അധികം ഫീച്ചേഴ്സ് ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ട് പറഞ്ഞത്. എങ്കിലും നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എത്രത്തോളം നല്ലതാണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.